ഇത് നിങ്ങോട്ട് നോക്കിയേ. എന്താ ഇതിൻ്റെ പരിപാടി? രാവിലെ എന്താ പരിപാടി? സാമ്പാറും ചോറും. സാമ്പാറും ചോറും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീറ്റ് മിരീസ് ചാനൽ. അപ്പോൾ നമ്മൾ GPയുടെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ GPയുടെ കല്യാണത്തിന് പോയിട്ടുള്ള വിശേഷങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട്. മില്യനെ നമ്മൾ കൂട്ടാണ്ടാണ് പോയത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ പ്രഗ്നൻസിയിലും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഡ്യൂറിങ് ഡെലിവറി എന്തായാലും പ്രഗ്നൻസി ടൈമിൽ സ്ട്രെച്ച് മാർക്ക് വരും ചില ആൾക്കാർക്ക്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്ട്രെച്ച് മാർക്ക് എന്തായാലും വരും. അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ മാർക്ക് എങ്ങനെ ഫീഡ് ഔട്ട് ചെയ്യാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ലവ് ലാപ്പിൻ്റെ സ്ട്രെച്ച് മാർക്ക് ഓയിൽ വരുന്നത്. ഇതിൽ ഓണിയൻ ഓയിലും കാലൻഡുല ഓയിലും പിന്നെ വൈറ്റമിൻ ഇയും ആണ് വരുന്നത്. ഞാൻ ഡ്യൂറിങ് പ്രഗ്നൻസി യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. നല്ല മാറ്റം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡ്യൂറിങ് പ്രഗ്നൻസി മുതലേ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത്രയും സ്ട്രെച്ച് മാർക്ക് വരില്ല. കാരണം നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും. ഇതിങ്ങനെ സ്കിന്ന് വികസിക്കുന്നതിനനുസരിച്ചാണ് ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നത്. നമ്മൾ സ്കിന്ന് മോയ്സ്ചേർഡ് ആവാത്തപ്പോഴാണ് ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് വരുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓയിലാണ് ലവ് ലാപ്പിൻ്റെ സ്ട്രെച്ച് മാർക്ക് ഓയിൽ. പ്രോഡക്റ്റ് ലിങ്കൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും. ലവ് ലാപ്പിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും. ഗർഭിണികൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പാരബിൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ഒക്കെയാണ്. പിന്നെ ഡെർമറ്റോളജിക്കലി അവർ ടെസ്റ്റ് ചെയ്ത പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. നോൺ അലർജിക് ആണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി ഇത് യൂസ് ചെയ്യാം. ആഫ്റ്റർ പ്രഗ്നൻസി നമുക്കിത് യൂസ് ചെയ്യാം. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്ക് ഉള്ള ആൾക്കാർ നേരിടുന്ന ആൾക്കാർക്കും ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് മാറ്റം നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം, കാരണം സ്ട്രെച്ച് മാർക്ക് പെട്ടെന്ന് ഫേഡ് ഔട്ട് ആവുന്ന കാര്യമല്ല. അപ്പം എന്തായാലും ഒരു 4 to 6 months ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഗൈസ് ബൈ, വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പം നമ്മൾ GPയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മേരി റെഡി ആവാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പിന് ആദ്യമായിട്ടാണ് അഞ്ജന ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ എല്ലാം മിരേച്ചിയുടെ. എടാ, എൻ്റെ മേക്ക് ഓവറിൻ്റെ പേജിൻ്റെ പേരെന്നായിരുന്നു? അങ്ങനെ തന്നെയാ അന്നാ മേരി ചെയ്യുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ മീശയും താടിയിലും മടിക്കടി പെൺപിള്ളേർക്ക് ഇപ്പൊ മീശ മേടിക്കണം, താടി മേടിക്കണം, എന്തൊക്കെയാണ് കഷ്ടങ്ങൾ എന്നൊക്കെ. എത്ര കാലം വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് മുളച്ചോ? സത്യം, നമ്മളെക്കാട്ടും നല്ലോണം താടി മീശ ഇവർക്ക് എളുപ്പം ഉണ്ടാവില്ലേ? ഇവിടെ വന്നിട്ടില്ല ഇപ്പോഴും. എനിക്ക് ഗ്യാപ്പിൽ വന്നിട്ട് പോലും ചേച്ചി അവിടെ കളയുമ്പോ നീ വണ്ണം വെച്ചിട്ടില്ലടാ, അതുകൊണ്ടാ. അതല്ല, ഇവിടെ ഇല്ല ചേച്ചിക്ക് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് കളയാൻ. അപ്പം അഞ്ജന മേക്ക് ഓവേഴ്സ് ആണ് മിറേൻ്റെ ഇന്നത്തെ മേക്കപ്പ് സെറ്റ് ചെയ്തത്. അഞ്ജനെ കുറിച്ചിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഇനി ഒന്നും കൂടെ നോക്ക്, ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ട് സെറ്റ്. ഗൈസ്, അപ്പം മെറി കുറേ മേക്കപ്പുകൾ ചെയ്തിട്ടുണ്ട്. എയർ ബ്രഷ് മേക്കപ്പ് മെറി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എയർ ബ്രഷ് ചെയ്തിരുന്നു നീ? ഓ, വിജിൽസ്. ഓക്കെ റൈറ്റ്. അപ്പം അഞ്ജനയും നമ്മുടെ എയർ ബ്രഷ് മേക്കപ്പാണ് മെറിക്ക് വേണ്ടി ചെയ്യുന്നത്. ഗൈസ്, അപ്പം മെറിയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് തീരാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വെന്യൂവിൽ പോകേണ്ട തിരക്കാണ്. അപ്പം ഇനി കംപ്ലീറ്റ് ലുക്ക് നമ്മൾ വെന്യൂവിൽ എത്തിയിട്ട് കാണിച്ചു തരാം. സഞ്ജു ലക്ഷ്മി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് കൂടിയാണ് നമ്മളിന്ന് വെന്യൂവിലേക്ക് പോകുന്നത്. അപ്പം കല്യാണത്തിനുള്ള തിരക്കാണ്. അപ്പം സീ യു ദേർ ഗൈസ്, വെയിറ്റ് ഫോർ ഇറ്റ്. അറിഞ്ഞോ, കല്യാണം കഴിഞ്ഞു, താലികെട്ട് കഴിഞ്ഞു, വരുന്നോ? എന്നാ നമുക്കൊന്ന് പോകാം. ഡീസൻ്റ് വ്ളോഗിലാണ്, ഡീസൻ്റ് ആയിക്കോ നീ കുറച്ച്. ഇല്ല, സഞ്ജുവിനെ ലക്ഷ്മിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വാ, എന്റെ ഭാര്യ ഇവിടെ സുന്ദരിയും സുശീലയും സുമുഖിയുമായിട്ടുള്ള. എടി, നിന്നെ കാണുന്ന ശരിക്കുമില്ലേ? മറ്റേ ഞാൻ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സ്വകാര്യം
ജിപിയുടെ കല്യാണത്തിന് ആഡംബരമായി ഒരുങ്ങി നിൽക്കുന്ന ചിത്രാംഗതൻ. ഇങ്ങോട്ട് നോക്കിയ ഇല്ല, എന്നെ കാണാൻ ജിപിന്റെ അനിയനെ പോലെ ഉണ്ട് കേട്ടാ. വന്നിട്ടുണ്ടല്ലോ ഗൈസ്. അങ്ങനെ നമ്മള് എല്ലാവരുടെയും നമ്മള് കറക്റ്റ് ടൈമിൽ എത്താറില്ല, നിങ്ങൾക്ക് അറിയാം. ഇന്ന് നമ്മളുടെ കൂടെ 2 അതിഥികളും കൂടി ഉണ്ട്, സഞ്ജു ലക്ഷ്മി. നമ്മൾ വെച്ചാൽ നമ്മൾ മാത്രം എങ്ങനെയുള്ളൂ, പക്ഷെ ക്രിയേറ്റർമാർ എങ്ങനെയാണ്. അതാ ബൈക്ക് വന്നിട്ടല്ലോ. അപ്പൊ നമ്മള് ഏകദേശം ഒരു ½ an hour ലേറ്റ് ആയി. നിങ്ങളുടെ നോക്കി മുമ്പിൽ സഞ്ജു വണ്ടി ഓടിക്കുന്നു, ലക്ഷ്മി ഇരുന്ന് സുഖിക്കുകയാണ്. എല്ലാം നമുക്ക് മുന്നിൽ ഇറങ്ങിയേ കാണിക്കാം. സഞ്ജു നിങ്ങോട്ട് നോക്കടാ, അവിടെ എന്തോ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പം നമ്മൾ വെന്യൂവിലെത്തി അവിടെ കുറച്ച് സമയം ഇരുന്ന് അപ്പോഴാണ് ജിപിയുടെയും ഗോപികയുടെയും എൻട്രിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലായി ഇരുന്നത് കൊണ്ട് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ അധികം സെലിബ്രിറ്റീസ് മൂവീസിൽ നിന്നും സീരിയൽസിൽ നിന്നും ടി വിസിൽ നിന്നും ഒക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. പക്ഷേ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. മാക്സിമം ഞാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് പറ്റുന്നത്. എന്തായാലും നിങ്ങൾ ഓൾറെഡി നിങ്ങളെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. എന്താ പറയുക, രാജകീയമായൊരു സ്റ്റേജായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെന്താണ്, സ്റ്റേജ് മേലെ 2 പേരും നിൽക്കുമ്പം തന്നെ ഒരു വാവ് ഫീല് നമുക്ക് തോന്നും. അതിന് പറ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ വീഡിയോ കാണാറില്ല. ഏത് വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? റാബാക്കിനെല്ലാം ഇഷ്ടം. ഇനി ചെയ്യണം അങ്ങനത്തെ. എനിക്ക് നമുക്ക് നിങ്ങൾ ഇഷ്ടം, പെരുത്തിഷ്ടം. സമയത്തായുടെ ഓണർ മിഥുൻ. വീഡിയോ എന്റെ തീറ്റ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ ഫോട്ടോസ് ഞാനുണ്ട് കുറച്ച് അറ്റാച്ച് ചെയ്യാൻ കുറേ ആൾക്കാരുടെ കൂടെ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും തിരക്കായിരുന്നു. എല്ലാവരും ഒരാളെ കാണുമ്പോൾ മീറ്റും ഗ്രീറ്റിങ്ങും ഒക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിപ്പോയി. പക്ഷെ മാക്സിമം നമുക്ക് പറ്റുന്ന നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വളരെ സന്തോഷമായിരുന്നു. നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു വെഡിങ് ഗായ്സ്. അപ്പം നമ്മളുടെ വെഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത മുഴുവൻ നമ്മുടെ നീമോ ഡിസൈനർ സ്റ്റുഡിയോ ആണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ചെയ്തത് അഞ്ജനയാണ്. അപ്പം അടിപൊളി ഡ്രസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ വേറെ കസ്റ്റമൈസ് ഡ്രസ്സ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഡീറ്റെയിൽ ചോദിച്ചാൽ ആൾക്കൊക്കെ ചേരാം. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, കോൺടാക്ട് ചെയ്യുക. പിന്നെ അടിപൊളി കല്യാണമായിരുന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നമുക്കറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. മേരി കുറച്ച് ടയേർഡായിപ്പോയി. അപ്പോൾ മേരി ലക്ഷ്മിയുടെ കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു.